നമസ്കാരം. നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയുടെ പേര് മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തകളും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ നിറയെ കാണുന്നുണ്ട്. ശരിക്കും ഡൽഹിയും അതിന്റെ പേരുമാറ്റവും എന്നല്ല നമ്മുടെ വീഡിയോ വിഷയം. നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന്റെ പൗരാണികമായിട്ടുള്ള പേരെന്തായിരുന്നു, അതിന്റെ പ്രതാപവും അതിന്റെ ആ ഒരു വിശാലതയും ഒക്കെ എന്തായിരുന്നു, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൗരാണിക പാരമ്പര്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുക്കാതിരിക്കാനായി അരക്കില്ലത്തിൽ വെച്ച് തീയിട്ട് കൊല്ലാനുള്ള കുതന്ത്രങ്ങളൊക്കെ ദുര്യോധനനും കൂട്ടരും നടത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം പാണ്ഡവർ രക്ഷപ്പെടുന്നുണ്ട്. ഒടുവിൽ ഭീഷ്മപിതാമഹന്റെയും വിതുരരുടെയും ഒക്കെ പ്രേരണയാൽ ഖാണ്ഡവപ്രസ്ഥം തൊട്ടുള്ള പകുതി രാജ്യം പാണ്ഡവർക്കായി നൽകാൻ ധൃതരാഷ്ട്രർ സന്നദ്ധനായി. തങ്ങൾക്ക് ലഭിച്ച അർദ്ധരാജ്യത്ത് അവർ വ്യാസഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ലക്ഷണമൊത്ത സ്ഥലം അളന്നെടുത്ത് വാസ്തുപൂജാദികൾ ചെയ്ത് ശുദ്ധീകരിച്ചിട്ട് നഗരനിർമ്മാണം തുടങ്ങി. താമസിയാതെ അതിമനോഹരമായൊരു പട്ടണം അവിടെ പടുത്തുയർത്തപ്പെട്ടു. ആകാശം മുട്ടയുള്ള കോട്ടകൊത്തളങ്ങൾ, ചുറ്റും ആഴമേറിയ കിടങ്ങുകളും അവയ്ക്ക് മീതെ അത്ഭുതകരവും അതിശക്തവുമായ യന്ത്ര സംവിധാനങ്ങളും, ഗരുഡാകാരമായ ഗോപുരദ്വാരങ്ങൾ, വെണ്മയാർന്ന മണിമന്ദിരങ്ങൾ, കണ്ണാടി മാളികകൾ, കേളീഗൃഹങ്ങൾ, വീതിയേറിയ നടപ്പാതകൾ, ഉദ്യാനങ്ങൾ, നീന്തൽക്കുളങ്ങൾ, നീരാട്ടുകടവുകൾ, കോട്ടയ്ക്ക് വെളിയിൽ നാനാജാതി ഫലങ്ങൾ നിറഞ്ഞ കായ്കനിത്തോപ്പുകൾ, കൃഷിയിടങ്ങൾ, കളപ്പുരകൾ, പണ്ടകശാലകൾ, കോട്ടയ്ക്കുള്ളിൽ തലയുയർത്തി നിൽക്കുന്ന പാണ്ഡവരുടെ രാജഹർമ്മ്യങ്ങൾ, പാളയങ്ങൾ എന്നുവേണ്ട ശില്പഭംഗിയിലും ഐശ്വര്യത്തിലും കേളികേട്ട കുബേരന്റെ അളകാപുരിയോട് കിടപിടിക്കുന്ന ഈ നഗരത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. ഇതായിരുന്നു നമ്മുടെ രാജ്യതലസ്ഥാനമായിരുന്ന ഡൽഹിയുടെ പൗരാണിക കാലത്തെ പേര്. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരന് വേണ്ട സഭാമന്ദിരം നിർമ്മിച്ചു കൊടുത്തത് അസുരന്മാരുടെ വിശ്വകർമാവ് എന്നറിയപ്പെട്ട ശില്പി മയനാണ്. കൈലാസത്തിലെ മൈനാക പർവ്വതത്തിനടുത്തുള്ള ബിന്ദുസരസിൽ സൂക്ഷിച്ചിരുന്ന അതീവ മൂല്യമുള്ള രത്നങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടാണ് മയൻ പാണ്ഡവർക്കായി സഭാമന്ദിരം തീർത്തത്. മഹാഭാരതത്തിൽ അക്കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ അതിന്റെ തൂണുകളും അലങ്കാരങ്ങളുള്ള ഭിത്തികളും പല നിറത്തിലും തരത്തിലുമുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. സഭയ്ക്കുള്ളിൽ ഇന്ദ്രനീല പടവുകളോടുകൂടിയ പൊയ്കകൾ ഉണ്ടായിരുന്നു. 10 നിഷ്ക സഹസ്രം ചുറ്റളവിൽ പണിത ആ സഭാമന്ദിരത്തിന് ചുറ്റും പൊന്മതിലും പൂമണം പരന്നൊഴുകുന്ന പൂങ്കാവുകളും കളിപ്പൊയ്കകളും മറ്റുമുള്ള സൗകര്യങ്ങളും എല്ലാം മയൻ 14 മാസക്കാലമെടുത്താണ് പാണ്ഡവർക്കായി സജ്ജമാക്കി കൊടുത്തത്. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയന്തുള്ളിൽ നിന്നെടുത്ത മയന്റെ മായാജാലം എന്ന കവിതാഭാഗത്തിൽ ഇന്ദ്രപ്രസ്ഥത്തെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതമോഹനമായ ഈ മണ്ഡപം ബ്രഹ്മാവിന്റെ സഭയേക്കാൾ അധിക ശോഭയോടെ കാണികളിൽ അതിശയവും ആഹ്ലാദവും ഉളവാക്കി. ഉത്തുംഗവും വിശാലവുമായ ഈ മണിമന്ദിരം കാത്തുസൂക്ഷിക്കാൻ കിങ്കരന്മാർ എന്ന പേരിൽ അതിശക്തരായ രാക്ഷസരെ മയൻ ഏർപ്പെടുത്തി. പണി പൂർത്തിയായപ്പോൾ അനുജന്മാരോടൊത്ത് സഭാപ്രവേശം നടത്തിയ യുധിഷ്ഠിരൻ സ്വർഗത്തിൽ ഇന്ദ്രൻ എന്ന പോലെ വാണരുളി എന്നാണ് മഹാഭാരതം പറയുന്നത്. നമ്മുടെ തലസ്ഥാന നഗരിയുടെ പൗരാണിക പ്രൗഢിയും പാരമ്പര്യവും എല്ലാം ആ ഒരു വിവരണങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ പ്രധാന കാര്യം ഇതാണ്. അത്രയും പഴയ കാലഘട്ടത്തിലും എത്ര മനോഹരമായിട്ടാണ് ആ നഗര സംവിധാനങ്ങൾ അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അത്ഭുതം തോന്നില്ല നിങ്ങൾക്ക്? അതിന് പിന്നിലുള്ള ഇച്ഛാശക്തിയും അർപ്പണ മനോഭാവവും എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാതെ പോയതും അത് തന്നെ. നമ്മൾ ഈ മഹാഭാരത കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പൂർവികർ പ്രകടിപ്പിച്ചിരുന്ന ഇച്ഛാശക്തിയും ആ ഒരു അർപ്പണ മനോഭാവവും അതിന്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ മനസ്സിലും ഉണ്ടായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മഹാഭാരത കഥ ഇവിടെ നിർത്താം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോയെ കുറിച്ചുള്ള, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് പരിഗണിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ മഹാഭാരത കഥകൾ തുടർന്നു വരുന്ന വീഡിയോകളിൽ കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.